ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. നമുക്കിന്ന് ചെറുപയർ ഉലർത്തിയത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറുപയർ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് സ്വല്പം ഉപ്പും കൂടിയിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഓൾറെഡി വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് പയർ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമുണ്ട്. സ്വല്പം വെള്ളം കൂടിയാലും കുഴപ്പമില്ല, ഒരുപാട് കുറച്ച് ഒഴിക്കരുത്, ചിലപ്പോൾ പയർ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഓൾറെഡി ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പം മീഡിയം ഫ്ലെയിമിലിട്ടേ വേവിച്ചെടുക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ ചിലപ്പം നമ്മുടെ പയർ കരിഞ്ഞു പോകും. അപ്പം ഇത് നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ പയർ ഞാനിവിടെ നന്നായിട്ട് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് വേവുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേവിച്ചെടുത്തിരിക്കുന്നത്. ഒത്തിരി വെന്ത് പോകുന്നത് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അവരുടെ പാകത്തിനനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ബാക്കി സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ്, നമ്മുടെ ഉണക്കമുളക് ചതച്ചതാണിത്. അത് 2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഒരു വത്തലുമുളക് ഒരെണ്ണം വേറെയും എടുത്ത് വെച്ചിട്ടുണ്ട്, അതാണിത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചതച്ചത്, ഒരു 3 വലിയ വെളുത്തുള്ളി ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സബോള, ഒരു ചെറിയ സബോളയുടെ പകുതിയാക്കിയിട്ട് അത് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ നമുക്ക് നാട്ടിലൊക്കെ മറ്റേ കുഞ്ഞുള്ളി കിട്ടുമല്ലോ, ചുവന്നുള്ളി കിട്ടുവാണെങ്കിൽ അതൊരു 10 എടുത്ത് ചതച്ച് വെച്ചാൽ മതി, അതായിരിക്കും കൂടുതൽ രുചി. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ കടുകും ആവശ്യത്തിന് കുറച്ച് ഓയിൽ കൂടി വേണം. ഇനി നമുക്ക് ഇതൊന്ന് എങ്ങനെയാണ് പയർ ഉലർത്തുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് സ്വല്പം കടുക് ഇട്ട് പൊട്ടിക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടു. അപ്പം കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളി, ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം. നമുക്ക് നാട്ടിൽ മറ്റേ ചുവന്ന ഉള്ളി ഉണ്ടെങ്കിൽ അത് മതി, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇതിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ സബോള ചതച്ച് ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വത്തലുമുളക്, അത് 2ആയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും സബോളയുടെയും പച്ചമണം ഒന്ന് മാറണം, അതുവരെ നമുക്കിതൊന്ന് വഴറ്റാം. ഇതിപ്പോൾ ഏകദേശം ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരണം. മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കണം. ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം മുളക് പൊടിയുടെ ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലേക്സ്, നമ്മുടെ മുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. നമ്മൾ പയർ നല്ല ഉപ്പിട്ടാണ് വേവിച്ചിരുന്നത്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതിപ്പോൾ ഞാൻ നല്ല ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്, ഏറ്റവും ലോ ആക്കിയാണ് വെച്ചേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പയർ ഇട്ട് കൊടുക്കാം. പയറിൻ്റെ വേവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ.
എനിക്ക് പയർ നന്നായിട്ട് വെന്തിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വേവിച്ചെടുത്തത്. നിങ്ങൾക്ക് പയർ വേവുന്നതല്ല ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ പാകത്തിനുള്ള വേവിന് എടുക്കാവേ. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ സാധനങ്ങൾ എടുത്ത് വെച്ച കൂട്ടത്തിൽ ഒരു കാര്യം എടുത്തു വയ്ക്കാൻ മറന്നുപോയി കേട്ടോ, നമ്മുടെ കുരുമുളക് പൊടിച്ചത്. അതുകൂടി നമുക്ക് ഈ സമയത്ത് തൂവി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടിച്ചത് കൂടി തൂവി കൊടുക്കാം. ഇത് കണ്ടോ, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഈ സമയത്ത് നമുക്കൊന്ന് തൂവി കൊടുക്കാം. അപ്പം നല്ല കുരുമുളകിൻ്റെ മണവും ആ മുളക് ചതച്ചതിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മണം വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചെറുപയർ ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്